എല്ലാവർക്കും ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. അതായത് കാടമുട്ടയും കുറേ വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ് ഇത്. അത് നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല, അതേപോലെ തന്നെ വലിയവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. കാടമുട്ടയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് കാടമുട്ടയുടെ കൂടെ കുറേ നന്നായിട്ട് വെജിറ്റബിൾസും ചേർത്താണ് ഈ സ്നാക്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. പിന്നെ ഞാൻ ക്യാപ്സിക്കം 3-4 കളർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അത് 4 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് കോളിഫ്ലവർ, ഒരു തക്കാളി, ഒരു ചെറിയ സബോള, കുറച്ച് ഗ്രീൻ പീസ്, പിന്നെ അതിൻ്റെ കൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയിലയും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും എടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ എടുത്തിട്ടില്ല, ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 2 സാധാരണ മുട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരും എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കാടമുട്ടയൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ബോയിൽ ചെയ്ത് മാറ്റി വെക്കാം. അത് തണുക്കണമല്ലോ, തണുത്ത് കഴിഞ്ഞ് വേണമല്ലോ നമുക്കത് തോടൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട വേവിക്കാൻ വെക്കുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അന്നേരം അതിൻ്റെ തോട് നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. ഈ കാടമുട്ട ഒരു 10 മിനിറ്റ് നേരം തിളച്ചാൽ മതി കേട്ടോ, അപ്പോഴത്തേക്കും അത് ശരിക്കും വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കതെടുത്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് നല്ലപോലെ മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മളൊരു ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് മതി കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റാം. സബോളയും അതെ, ഞാനിവിടെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. ആ സബോളയും അതെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. സബോള സോഫ്റ്റായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ക്യാരറ്റും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ക്യാരറ്റിനും കോളിഫ്ലവറിനുമാണല്ലോ കുറച്ച് കൂടുതൽ വേവുള്ളത്. ക്യാപ്സിക്കൊക്കെ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പം ഈ ക്യാരറ്റും കോളിഫ്ലവറും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അത് വേവണമല്ലോ. ആ ക്യാരറ്റും കോളിഫ്ലവറും ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം എല്ലാം ചേർത്ത് കൊടുക്കാം. ബാക്കി എല്ലാ വെജിറ്റബിൾസും, അതായത് ഞാനിവിടെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, അത് പിന്നെ വേവിച്ചതാണ്. അതുകൊണ്ട് അത് ഒഴികെ ബാക്കി എല്ലാം നമ്മൾ തക്കാളിയും എല്ലാം കൂടി ചേർത്ത് പച്ചമുളകും ഒക്കെ കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, എല്ലാ വെജിറ്റബിൾസും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കളർഫുള്ളായിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് കഴിക്കുകയും ചെയ്തോളും. ഇനിയിപ്പോൾ നമുക്കതൊന്ന് മൂടി വെക്കാം. അതൊക്കെ കൂടി ഒന്ന് സോഫ്റ്റായി വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസും ചേർത്ത്, പിന്നെ ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. ആ
നേരത്തെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നല്ലേ, ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, ആ മുട്ടയും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് തോട് പൊളിച്ച് വെച്ചിരിക്കുന്ന കാടമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 12 കാടമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും ഒരു 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ്. ആ കാടമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ മുട്ട, ആ മുട്ടയും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ മുട്ട ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സായി ഒരു കോട്ടിങ് പോലെ വരാൻ വേണ്ടിയിട്ടാണ്. ആ മുട്ട ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. കണ്ടോ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് എടുത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കണ്ട നമ്മൾ ചേർത്ത ആ മുട്ട ആ വെജിറ്റബിൾസിലെല്ലാം നല്ല കോട്ടിങ് ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുക്കിംഗ് ഒക്കെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം കേട്ടോ. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം, ഈവനിങ് സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കത് സെർവ് ചെയ്യാം. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും 2 പേർക്കുള്ള പോർഷനാണ് കേട്ടോ. ശരിക്കും നല്ല ഫില്ലിംഗ് ആണ് ഇത് കഴിച്ച് കഴിയുമ്പോൾ. എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കാടമുട്ടയും ഉണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസും ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കാടമുട്ട വെച്ചിട്ടുള്ള ഈ സ്നാക്സ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസും പിന്നെ അതിൻ്റെ മെഷർമെൻറ്റും എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടെ. നിങ്ങൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നില്ലേ? അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീട്ടിൽ കേട്ടോ.